കഴിഞ്ഞ 13 വർഷമായിട്ട് എൻ്റെ ഫ്രീസറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ചക്ക വരട്ടിയത്. എല്ലാ വർഷവും ജൂലൈ, ആഗസ്റ്റ് നാട്ടിൽ പോണ സമയത്ത് ഇതുപോലുള്ള ചക്ക വരട്ടിയത് എൻ്റെ മമ്മി, എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ഇതുപോലെ തന്നുവിടും. ഇത് പിന്നെ ചക്ക പിന്നെ അലുവയാണ്. ഇത് എൻ്റെ മമ്മി ഉണ്ടാക്കി തന്നയച്ചതാണ്. ഈ ചക്കയുടെയൊക്കെ ഭയങ്കരമായിട്ട് കൊതി വരുന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്നും ഇതുപോലെ കുറച്ചെടുക്കും, എന്നിട്ട് കഴിക്കും, എന്നിട്ട് തിരിച്ച് അതേപോലെ ഫ്രീസറിൽ വെക്കും. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. എൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു ചക്ക വെച്ചുള്ള ചക്കയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഈ ചക്ക തന്നുവിടുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ചക്കയപ്പം ഉണ്ടാക്കാനുള്ള ഇലയും കൊണ്ടുവരും. ഇപ്രാവശ്യമാണ് ഇലയാണെങ്കിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ചക്ക വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന്. ശർക്കരപ്പാനി ഉരുക്കിയതിലേക്ക് കുറച്ച് ചൗവരി വേവിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൗവരി ആണെങ്കിൽ കുക്കറിൽ വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തുടഞ്ഞു പോയി കേട്ടോ. ഇനി ഇതിനെ ശർക്കര പാനിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചക്ക വരട്ടിയത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ശർക്കര ഇട്ടിട്ട് വരട്ടിയ ചക്കയാണ്, എന്നാലും അധികം മധുരമില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ശർക്കര പാനി കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് മതി ഈ ഒരു ചക്ക പായസം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നാട്ടിൽ ചക്കയുടെ സീസണാണെന്നൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചക്ക വേവിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ പായസത്തിലേക്ക് ചുക്കുപൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടി, പിന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് തേങ്ങയുടെ തനിപ്പാൽ, അല്ലെങ്കിൽ തേങ്ങയുടെ കട്ടിയുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തനിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തിടണം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് കാഷ്നട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ചുമക്ക വറുത്തതിന് ശേഷം ഈ ഒരു പായസത്തിന് മുകളിലായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചൊരു 10 മിനിറ്റത്തിനൊന്ന് മാറ്റി വെക്കുക. ആ ഒരു സ്മെല്ലൊക്കെ ആ ഒരു പായസത്തിൽ പിടിക്കാനായിട്ട്. നമ്മൾ ഈ പ്രവാസികളൊക്കെ ആയിരിക്കുന്നവർക്ക് ഇതൊക്കെയുള്ളൂ മാർഗം ചക്ക വെച്ചുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ചക്ക പായസമെങ്കിൽ ചക്ക പായസം ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ ചെന്ന പോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു.